അത് കോച്ച് പിടിച്ചിട്ടേ എസി റൂം അല്ലേ, അപ്പോൾ ഈ തലയിൽ ഇടുന്ന ഹെയർ ഡ്രയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കെട്ടും, എന്നാലേ കിടക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ ഉറങ്ങാൻ പറ്റും. കത്തിയെടുത്ത് കുത്തുന്ന അവിടെ കത്തിയുമായിട്ട് വരണോ എന്ത് കൈ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ ഇടയിൽ കൂടെ കയറിയില്ലെന്നുള്ളതേ ഉള്ളൂ. ഒരു ആക്ഷൻ പടമാണ്, അങ്ങനത്തെ സിനിമ കാണുമ്പോൾ നടന്മാരുണ്ടല്ലോ ഇല്ല ആക്ഷൻ വടാന്ന് പറഞ്ഞിട്ട് വരുമോ ഇല്ലല്ലോ ആ സിനിമ. പിന്നെ പാർവതി ഇത് അടക്കുമ്പോഴും ഒരു ശ്വാസമുണ്ട്, അത് ഇത് കിട്ടണം. അപ്പൊ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാൻ ക്രിസ്റ്റോയോട് എതിരഭിപ്രായം പറഞ്ഞു, ക്രിസ്റ്റോ വേണ്ട, ഫീലിങ്സ് ബാധിക്കും. ഇതിൽ ചുമയ്ക്കുകയും ചെയ്തു വേണ്ട ക്രിസ്റ്റോ, എങ്ങനെ വന്നാലും അത് അങ്ങനെ നീക്കി പോകത്തില്ല ഈ സൈഡ്. അപ്പൊ അത് നമ്മുടെ വല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വല്ലാതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ ഈ കുറച്ച് ഡാർക്കായിപ്പോയി ഔട്ട് സൈഡിൽ, ഉള്ളിൽ നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഔട്ട് സൈഡിൽ ലൈറ്റ് ഇടും. ഈ ലൈറ്റ് ഇടുമ്പം ചീവീടൊക്കെ കിടന്ന് വിളിക്കുക രാത്രിയാണെന്നും പറഞ്ഞു. അപ്പം ചീവീടിന്റെ ശബ്ദം അറിയാമല്ലോ, കോറസ് ആയിട്ട് വിളിക്കും. ഒന്ന് അലർച്ചയുടെ ശബ്ദം, അതിങ്ങനെ തടി ഇറക്കുന്ന പോലത്തെ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത്. ഈ മൈക്കിലത്തെ ഷാർപ്പായിട്ട് കേൾക്കും. അപ്പൊ കുറെ നേരം നിൽക്കണം. കാരണം വെച്ചാൽ പ്രകൃതിയുടെ സ്വഭാവം മാറ്റുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ രാത്രി ഇടേണ്ട വലിയ ലൈറ്റ്, വലിയ വലിയ ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് പകൽ സമയത്ത് ഇടും, അവർ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അങ്ങനെ ഓരോ സമയത്തും നല്ല സമയം എടുത്തിട്ടാണ് ചെയ്തത്. 42 ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഇവിടം വരെ വെള്ളമാണ്, ആലോചിച്ചോ. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോഴും ഈ നനവോട് കൂടിയായിരിക്കുന്നത്. ഹൗസ് ബോട്ടിനകത്താണ് എനിക്ക് തന്നിരിക്കുന്ന സ്ഥലം ഇരിക്കാൻ. വേറെ കാരണം ഒരു ഭാഗത്ത് മുഴുവൻ കായലല്ലേ. അപ്പോൾ രാത്രി നമ്മൾ റൂമിൽ ചെല്ലുന്നവരെ ഇത്രയും ഭാഗം നനഞ്ഞിരിക്കുക. ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കാല് ഏകദേശം കറുത്തതുപോലെയായി, ഇത്രയും ദിവസം അവിടെ വെള്ളത്തിലായിട്ട്. നമ്മൾ സീനിലോട്ട് കയറുമ്പോൾ ഇത് മറന്നു പോകും, അതാ വാസ്തവം. എന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴാണ് നനഞ്ഞിരിക്കും, ഇത്രയും നേരം നനഞ്ഞാണല്ലോ ഇരുന്നത്. വീണ്ടും നമ്മളിത് സാരി അഴിച്ചു കൊടുത്ത് അയൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്കും പിന്നെ നനയാനല്ലേ പോകുന്നത്. അപ്പം ആദ്യത്തെ 2 ദിവസമൊക്കെ വലിയ ചുഷ്കാലിയോടുകൂടിയൊക്കെ ചെയ്തു. പിന്നെ 3-ാമത്തെ ദിവസമായപ്പോൾ വീണ്ടും അവിടെ തന്നെ പോന്നായിരുന്നോട്ടെ, തനിയെ ഉണങ്ങിക്കോളൂ എന്ന് വിചാരിക്കും. ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കാലൊന്നും നമുക്ക് രാത്രി ഇങ്ങനെ ഒരു ഭാഗത്ത് കോച്ച് പിടിച്ചിട്ടേ എസി റൂം അല്ലേ, അപ്പോൾ ഈ തലയിൽ ഇടുന്ന ഹെയർ ഡ്രയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കെട്ടും, എന്നാലേ കിടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു. പിന്നെ സ്ത്രീകളാണ്, മറ്റു പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അത് ഇവിടം വരെ വെള്ളപ്പം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക്. പക്ഷേ ഇന്നിപ്പോൾ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഈ 2 ദിവസത്തെ പ്രേക്ഷകരുടെ റിയാക്ഷൻ കാണുമ്പം എല്ലാം മറന്നു വന്നു നമ്മൾ, ആ സമയത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ മീഡിയയിലുള്ളവരും വളരെ സൗഹൃദപൂർവ്വം ഒരു പടത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് കുറേ നാളിന് ശേഷം ആദ്യമാണ്. കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വേറെ ഏരിയയിൽ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ ഇത്തിരി ദേഷ്യം തോന്നും. കാരണം നമുക്ക് ടിക്കറ്റും റൂം സൗകര്യവും തന്നിട്ട് ഇവിടെ വന്ന് 3 ദിവസം നിന്ന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല. കാരണം സിനിമയെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഇവിടെയായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. പലതും ഞങ്ങൾക്ക് പടം റിലീസാവുന്നതിന് മുമ്പ് അങ്ങനെ ഫ്രാങ്കായിട്ട് പറയാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഓരോ പൾസും അറിഞ്ഞ് ചോദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രാവശ്യം ഞാൻ മീഡിയയുടെ ഈ ഒരു റെസ്പീറ്റ് ഞാൻ ക്രിസ്റ്റോയോട് പറയായിരുന്നു, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം പടം കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ, ഇപ്പോൾ വിഷ്ണു ചോദിച്ച ഓരോ ചോദ്യങ്ങളിലും ഒരു കൃത്യതയുണ്ട്. പിന്നെ ചോദിച്ചു എന്തോ കോഹമണിപ്പഴം പോലെ, അപ്പം കത്തിയെടുത്ത് കുത്തുന്ന അവിടെ കത്തിയുമായിട്ട് വരണോ എന്ത് കൈ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ ഇടയിൽ കൂടെ കയറിയില്ലെന്നുള്ളതേ ഉള്ളൂ. ഒരു ആക്ഷൻ പടമാണ്, അങ്ങനത്തെ സിനിമ കാണുമ്പോൾ നടന്മാരുണ്ടല്ലോ ഇല്ല ആക്ഷൻ വടാന്ന് പറഞ്ഞിട്ട് വരുമോ ഇല്ലല്ലോ. ഓരോ വ്യക്തിത്വത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. എല്ലാവരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആന്തോളനങ്ങളിൽ സ്പർശിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് വല്ല കാര്യമുണ്ടോ? ഇച്ചിരി നേരം ചിരിക്കുക, സന്തോഷിക്കുക, പോവുക, അതാണോ നല്ലത്? അല്ലേ? അത് മാത്രമാണ് നല്ലത്. താങ്ക് യു മാം, താങ്ക് യു ക്രിസ്റ്റോ. ഒരുപാട് നന്ദി സിനിമയെ പറ്റി സംസാരിച്ചത്, നല്ല സിനിമ ഉണ്ടാക്കിയതിന് താങ്ക് യു. എല്ലാവരും കണ്ടതല്ലേ? എല്ലാവരും കണ്ടല്ലോ.
ഒരാൾ അല്ലൊന്നും ആണെന്നോ കണ്ടതാണോ? അങ്ങനെ കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്.